അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എന്ന് എനിക്കറിയാം. ഞാൻ 2-3 വീഡിയോ മറ്റൊരു കുട്ടി റമളാനിൽ ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടും പിന്നെ അതിനുശേഷം അതിൻ്റെ പിന്നാലെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് ഒരു ദിയ അല്ലെങ്കിൽ ദിയയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയാനല്ല. എനിക്ക് അവരെക്കുറിച്ച് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ കിരൺ എന്ന് പറയുന്ന ആൾ അതുപോലെയുള്ള ചില ആൾക്കാർ അവരുടെ അജണ്ടയുണ്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഇല്ലാതാക്കുക, മുസ്ലിം പെൺകുട്ടികളെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. അത് ഞാൻ ഇനിയും പറയും. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല കേട്ടോ. ഞാൻ സത്യം പറയും. കാര്യം നമ്മളിങ്ങനെ എന്താ പറയുക, വെറും പള്ളിയിൽ നിന്നിട്ട് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മളുള്ളത്. കാര്യങ്ങൾ ഒരു സ്ഥലം കിട്ടി അവിടെ പറയേണ്ടടുത്ത് പറയുക തന്നെ ചെയ്യണം. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മൊബൈലാണ്, ഇതുപോലെയുള്ള മേഖലകളാണ്. അപ്പോൾ ഇതിൽ അവരെന്തെങ്കിലും കാണും, ഇങ്ങനെയുള്ള ഉപദേശങ്ങളും അവർ കണ്ടോട്ടെ. കാണാൻ വേണ്ടി ഞാൻ പറയും. ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള ആൾക്കാർ ഇനിയും ഇറങ്ങുകയാണ്. പലരെയും വീണ്ടും പിടിച്ചു വെച്ചേക്കുവാണ്. ഇവരിപ്പോൾ ഇനി അടുത്ത ആൾക്കാരെ നോക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾ അതിൽ വീണ് പോയിട്ടുണ്ട്. ആ വീണ പെൺകുട്ടികൾ അതിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് കണ്ട് ഈ പെൺകുട്ടി പോയിട്ട് ആ തിരിച്ചെടുത്ത മാതാപിതാക്കൾ ചെയ്ത തെറ്റാണ് എന്നുള്ളത്. നമുക്കറിയില്ല അവരുടെ മനസ്സെന്താണ് എന്നുള്ളത്. തിരിച്ചു വന്നത് ചിലപ്പം ഖേദിച്ച് നമ്മൾ എത്രയോ തെറ്റ് ചെയ്യുന്നവരല്ലേ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഭിന്നതമായി പല തെറ്റും ചെയ്തിട്ട് അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടിരുന്നില്ലേ? തെറ്റ് തിരുത്തിയിട്ട് അള്ളാഹിനോട് പൊരുത്തം ചോദിക്കുമ്പോൾ അള്ളാഹ് പൊരുത്തപ്പെട്ടിരും, ശിർക്കല്ലാത്ത എന്തും. അപ്പോൾ ഇവർ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ഛേദം? അവർ ചെയ്തോട്ടെ, നല്ലതല്ലേ. അതിൽ നിന്ന് മാനസാന്തരം വന്ന് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. അല്ലാതെ അതിനും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. പിന്നെ അത് ആവശ്യം പോയിക്കോട്ടെ. അടുത്തത് ഇതുപോലുള്ള മറ്റു പെൺകുട്ടികളും അതിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയാൻ ഞാനിത് പറയാം. എൻ്റെ സൂക്കേട് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെയാണ്. കാരണം നമ്മുടെ പെൺകുട്ടികൾ അനാവശ്യമായി അന്യരിലേക്ക് പോയി പോകുമ്പോൾ അല്ലെങ്കിൽ അവൾ കുടുങ്ങി പോകുമ്പോൾ അത് തെറ്റാണ് എന്ന് അറിയിക്കും. അതെൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. എന്നെപ്പോലെയുള്ളവരുടെ ഉത്തരവാദിത്വം തന്നെ. അത് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാണണ്ട. നിങ്ങൾക്ക് അങ്ങനെ വിഷമം തോന്നുന്നുണ്ടാ? അപ്പോൾ ഈ പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണോ അതിനർത്ഥം? അപ്പം ഞാൻ ഇനിയും പറയും. കാരണം ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വീണ് പോയിട്ടുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് പറയുക തന്നെ ചെയ്യും. രക്ഷപ്പെടാൻ നിങ്ങൾക്കുള്ള മാർഗം, നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? പെട്ടുപോയതാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ എത്രയോ നമുക്ക് എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ നിയമപരമായി എത്രയോ മേഖലകളുണ്ട്. അതിൽ ചെല്ലാം, അവരോട് പറയാം, എന്തും ചെയ്യാം. പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്ത് ഇതിനെക്കൊണ്ട് രക്ഷപ്പെടുമോ? ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയേണ്ടവരോട് തുറന്ന് പറയണം. എന്നിട്ട് രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടാക്കണം, മനസ്സാന്തരം വരണം, എന്നിട്ട് നേരെയാവണം, നല്ല ജീവിതം നയിക്കണം. അല്ലാതെ വീടെടുത്ത് ഇനിയും വീഴട്ടെ, ഇനി ഞാൻ പിന്നെ അങ്ങനെ പോവട്ടെ എന്ന് കരുതരുത്. മാതാപിതാക്കളാണ് ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് തന്നെ മടങ്ങുക. ഞാൻ ഇനിയും പറയും, മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്.